ചെയ്യുന്ന ജൂനിയേഴ്സ് കളേഴ്സ് പടംപറമ്പ് 3-ാം നമ്പർ തോണിയിൽ ചുവപ്പ് ട്രാക്കിലും അറഫ ഇന്റീരിയൽ സ്പോൺസർ ചെയ്യുന്ന കളേഴ്സ് പടംപറമ്പ് 1-ാം നമ്പർ തോണിയിൽ മഞ്ഞ ട്രാക്കിലും ന്യൂ എവറസ്റ്റ് കരുളായി 2-ാം നമ്പർ തോണിയിൽ പച്ച ട്രാക്കിലുമാണ് മത്സരിക്കുന്നത്. മത്സരത്തിന്റെ മത്സരം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കൈക്കരുത്തിന്റെ കമനീയ ഭാവങ്ങൾ കളന്നിറഞ്ഞാടുന്ന മത്സര ഗോതികയിൽ അത് ആരെന്ന് ചോദിക്കുന്ന കളിമികളിന്റെ പ്രതിരോധ ഭടന്മാർ മങ്ങാട്ടും മംഗലശ്ശേരിയും ബേപ്പൂരും ധർമ്മപുരിയും നല്ല പരിശീലകരുണ്ടാവാം. പക്ഷേ ഇവർ വരുന്നത് ജന്മനാടിന് വേണ്ടിയാണ്. തങ്ങളുടെ പടയോട്ടം ഒരുപാട് വർഷം സ്വപ്നം കണ്ട ഒരു ജനതയുണ്ട്. സമീപ വിദേശങ്ങളിൽ ഒരുപാട് കായിക താരങ്ങൾ പിറവിയെടുത്തപ്പോഴും തങ്ങളെ രാജകുമാരന്മാരായി സ്വപ്നം കണ്ട ആ ജനതയുടെ സ്വപ്ന സാക്ഷാത്കാരത്തിനായി എതിരാളികൾ തീർക്കുന്ന ഏത് പ്രതിരോധത്തിന്റെയും ആജ്ഞകളുടെയും വാറോലകളെ മത്സര നൗകയുടെ കൊമ്പത്തിരുന്ന് കളിയാട്ടത്തിന്റെ ആട്ടക്കലാശം തീർക്കാൻ വിലപിടിപ്പുള്ള ഒരേയൊരു പ്രജാപതി KC അലിമാന്റെ അമരനായകത്വത്തിൽ കടന്നുവരുന്ന പ്രഗത്ഭരായ കളേഴ്സ് പടംപറമ്പ് 1-ാം നമ്പർ തോണിയിൽ അറഫ ഇന്റീരിയൽ സ്പോൺസർ ചെയ്തുകൊണ്ട് മഞ്ഞ ട്രാക്കിൽ കടന്നു വരുമ്പോൾ 10 അടി പൊക്കമുള്ള മരുഭൂമിയിലെ ഒട്ടകത്തിന്റെ ഒപ്പം ചാടി ഒട്ടക പല്ല് തന്റെ തല കൊണ്ട് തകർത്ത് 6 അടി പൊക്കമുള്ള കൈക്കാൽ അരമിരുട്ടിൽ തട്ടിക്കൊട്ടി വീഴ്ത്തി 18 നാടി പിടിഞ്ഞു കറന്ന ഒട്ടക പാലം കുടിച്ച് ഒട്ടകത്തിന്റെ ഊക്കുമായി വരുന്നുണ്ട്. ആ കടന്നൽ കൂട്ടങ്ങൾ പോലെ ന്യൂ എവറസ്റ്റ് കരുളായി 2-ാം നമ്പർ തോണിയിൽ പച്ച ട്രാക്കിലൂടെ കുതിക്കുമ്പോൾ ആര് വിജയിക്കും ആര് പരാജയപ്പെടുമെന്ന് ആർക്കും തന്നെ പ്രവചിക്കാൻ കഴിയാത്ത ബോംബെ അതോ ലോകം അടക്കി വാണത് ഹാജിമസ്ഥാനും ദാവൂദ് ഇബ്രാഹിമുമെങ്കിൽ ആവേശകരമായ ഈ ചാലിയാർ ജലോത്സവത്തിന്റെ പോരാട്ടത്തിൽ ആര് വാഴും ആര് വീഴും എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ മെയ്ക്കരുത്തിന്റെ സർവാധിപത്യവുമായി ജൂനിയർ കളേഴ്സ് പടംപറമ്പും ഒപ്പത്തിനൊപ്പം കുതികുതിക്കുകയാണ്.